ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് റവയും ഒരു മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാക്കി മാറ്റിയെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കാം. ആദ്യം തന്നെ കുറേ അധികം ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കണം. ആ സമയത്ത് ഇത് കുറച്ചുകൂടി കട്ടിയായി വരും. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായി എടുക്കാം. അപ്പോൾ ഒരു കടായിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മാവെടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ലോ ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, പിന്നെ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടെടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവയും മുട്ടയും കൊണ്ടുള്ള ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക.